അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പുതിയ ആളെ കുറിച്ച്, ഇവളല്ല കേട്ടോ, പിന്നിലൊക്കെ നമ്മുടെ പുതിയ കിങ്ങിനെ കുറിച്ച് അങ്ങനെ പറയും. അതെ, അതിൻ്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടല്ല, ചെറിയ രീതിയിൽ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഒരു ഇൻട്രോ എന്തായാലും നമുക്ക് ഇന്ന് എടുത്ത് കുറച്ചും കൂടി ക്ലിയർ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ വീഡിയോ എടുക്കുക വെച്ചിട്ടാണ്. അങ്ങനെയുണ്ട് ഞങ്ങളുടെ വണ്ടി. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഇത് ചൂസ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യമൊക്കെ നമുക്ക് തന്നെ പറയാം. അതെ 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 അതെ. ഞങ്ങൾ അതായത് മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെ ഇതിൽ കയറുന്നത് ഏതിലായിരുന്നു വെച്ചാൽ ക്ലാസിക് ഇതിലായിരുന്നു. പിന്നെ നമുക്കത് കുറച്ചൊരു ഇത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് തിരിച്ച് വിറ്റു അല്ലേ. വണ്ടി കംപ്ലൈന്റുകൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അല്ല, ആദ്യം നമുക്ക് ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് വീട്ടിൽ 3 ബൈക്ക് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിനോട് ഒന്നും എനിക്കൊരു ക്രൈസ് ആയിരുന്നു. ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ആകെ അറിയുന്നൊരു വണ്ടി അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അല്ല ഞാൻ അങ്ങനെ ബൈക്ക് അതായത് വണ്ടികളോട് ക്രേസോ അങ്ങനെയുള്ള ആളൊന്നല്ല. എനിക്ക് വണ്ടികളെ പറ്റിയിട്ട് അറിയൂല, പക്ഷെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത് ബുള്ളറ്റിനോടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിക്കട്ടെ. ഒപ്പം നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് മെറൂൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐക്കോണിക് കളറല്ലേ. താങ്കൾ പിന്നെന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മാത്രമായ ബൈക്കിനെ കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതിന്റെ കുറച്ച് ക്ലിപ്പുകൾ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ എന്തായാലും ഞങ്ങൾ വീഡിയോ കണ്ട വണ്ടിക്ക് നമ്പറൊക്കെ കിട്ടാം. അതെ, അതൊക്കെ നമ്മൾ കാണിക്കും, പിന്നീട് കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ പിന്നെ വേറെ ഒരു വലിയ കാര്യം വരുന്നുണ്ട്, അത് നമ്മൾ 19-ാം തീയതിക്ക് ശേഷം പറയും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അതെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. പിന്നെ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, ബെൽ ബട്ടൺ പറഞ്ഞു ഇല്ല, ബെൽ ബട്ടൺ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് പേര് കാണുമ്പോൾ അറിയണം. അതൊക്കെ നമുക്കൊരു സന്തോഷം. അത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളം എവിടെ പോകുമ്പോഴും അറിയുന്നുണ്ട്. അപ്പം അത് നമുക്ക് ആളുകൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ ചെറിയൊരു മടി പോലെ എന്താ പറയാ, ജാടകളെല്ലാം. പിന്നെ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ ഒന്ന് മാറി നിൽക്കുക, ഇനിയും സപ്പോർട്ട് വേണം. അപ്പം എന്നാ വീഡിയോ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഇത്രയും പറഞ്ഞാൽ അതിന് കൂടുതലൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് അത് നമുക്ക് വലുത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. റിവ്യൂ പറയാൻ ആദ്യം ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്കെന്നാ വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. അതായത് തന്നെ പറയാം, ഇത് ഡീറ്റെയിൽ റിവ്യൂ അല്ല, നമ്മളത്ര പ്രൊഫഷണൽ രീതിയിൽ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനല്ല വണ്ടി വാങ്ങുന്നത്. അപ്പം നമുക്ക് ഉപയോഗിച്ച് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിത് ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് അല്ലേ. അതെ, ഫസ്റ്റ് താങ്കളോട് ചോദിച്ചു, താങ്കൾക്ക് ഈ വണ്ടിയുടെ കളറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? കളർ അത് ചൂസ് ചെയ്തത് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, ഇത് തന്നെ മതിന്ന്. ഇതും ബ്ലാക്കും 2 കളേഴ്സ് അതിൽ അവൈലബിൾ ഉള്ളൂ. പക്ഷെ നമുക്ക് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കളർ എനിക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം, ഞാൻ ആദ്യം ജാവറ ക്ലാസിക് 350 കണ്ടായിരുന്നു, ക്രോം വെച്ചിട്ട് ഒരു കളർ. അത് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു, ആ വണ്ടി ഇഷ്ടമായോ ഇല്ല എന്നുള്ളത്. കാരണം അതാണ് ഞാൻ ആദ്യം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സത്യം പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഞാൻ യൂസ് ചെയ്തിരുന്ന സ്പോർട്സ് ബൈക്കായിരുന്നു കൂടുതൽ ആദ്യം യൂസ്. ഇപ്പോഴും വീട്ടിലെ സ്പോർട്സ് ബൈക്ക് തന്നെയാണ്, അനിയൻ്റെ ബൈക്ക് സ്പോർട്സ് ബൈക്കാണ്. പിന്നെ അപ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ബുള്ളറ്റ്, എന്നും അന്നും ഇന്നും എനിക്കും. അതെ, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയുക. പിന്നെ നീ പേടിക്കണം, ഞാൻ ഇടയ്ക്ക് ക്യാമറയിൽ ഞാൻ കൊണ്ടുവരുത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നെ കൊണ്ടുവരുത്തിച്ച ആൾക്കാർ ചിരിച്ചു മണ്ണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ അത് വെച്ച് തുടങ്ങാം. നമുക്ക് സീറ്റിങ്ങിൽ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ, സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിന് മുമ്പേ ഒരു ബുള്ളറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എൻഫീൽഡിൻ്റെ ക്ലാസ് 350 ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സിംഗിൾ സീറ്റായിരുന്നു അതിനുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ 2 പേര് കല്യാണം കഴിച്ചതിന് ശേഷം അത് ഡബിൾ സീറ്റ് ആക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പക്ഷേ ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്
ഇത് തന്നെയാണ് അതിൻ്റെ ആ ഒരു സീറ്റിംഗ്. എനിക്കൊന്നും മറ്റേ ഇതിന് മുമ്പുള്ള സ്റ്റാൻഡേർഡിനെങ്കിൽ കുറച്ചും കൂടി അവർ കുഷനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അതെ, ഞാനിപ്പോൾ അധികം ഓടിച്ചിട്ടില്ല. എനിക്കൊരു 190 കിലോമീറ്റേഴ്സ് അത്ര ഞാൻ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഓടിച്ചിട്ട് വെച്ച വണ്ടി സൂപ്പർ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിക് ആയിരുന്നോ അതോ ഇതാണോ ഓടിക്കാൻ സ്മൂത്ത്, അതായത് ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ക്ലാസിക് ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത വണ്ടി 2016 മോഡലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി. പക്ഷേ എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി, അന്ന് ഞാൻ സ്റ്റാൻഡേർഡ് ഓടിച്ചിട്ടുണ്ട് ആ ടൈമിൽ. പക്ഷേ അന്ന് എനിക്ക് ക്ലാസിക് ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ആ ഒരു ടൈമിലേക്കൊന്ന് കോളേജ് പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ക്ലാസിക്കിനോട് താല്പര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നീട് എനിക്ക് ബുള്ളറ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഡെപ്തിൽ പോയപ്പോൾ എന്നും റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെജൻഡ് എപ്പോഴും ബുള്ളറ്റാണ്. ബാക്കി വരുന്നതൊക്കെ അതിൻ്റെ എന്താ പറയുക ഒരു സബ്ബ് ഞാൻ ഒരിക്കലും താഴ്ത്തി പറയല്ല. പക്ഷേ ഓൾവേസ് എൻഫീൽഡ് ആയിരിക്കും, അത് ബുള്ളറ്റ് ആയിരിക്കും. 350 സ്റ്റാൻഡേർഡാണ് ബുള്ളറ്റിന് ബുള്ളറ്റാക്കി മാറ്റിയിരിക്കുന്നത്. എനിക്കൊന്ന് അറൗണ്ട് 90-91 വർഷത്തോളമായി ഇവൻ ഇതേ പടി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഉണ്ടായിരുന്നു റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് എല്ലാം ബുള്ളറ്റ് എന്നുള്ളതായിരുന്നു. അത് അങ്ങനെ ഡൗട്ടുള്ള കുറേ പേരുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മീറ്റിയോ 650, കോണ്ടിനെൻ്റൽ GT 650, പിന്നെ ഇൻ്റർസെപ്റ്റർ 650, മീറ്റിയോർ 350, ക്ലാസിക് 350, ക്ലാസിക് 500, ഇതെല്ലാം പിന്നെ 100 350 പുതിയ മോഡൽ അവർ ഇറങ്ങിയതാണ്. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സിറ്റി ബൈക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൂടി ബുള്ളറ്റ് ഇസ് ഓൾവേസ് ബുള്ളറ്റ്. ഇവരാണ് നമുക്ക് എന്താ പറയുക ഈ റോയൽ എൻഫീൽഡിനെ പോപ്പുലർ ആക്കി ഒരു 90-91 വർഷത്തോളമായിട്ട് അതേ ബ്രാൻഡിൽ. ഇത് ഇവരുടെ ഇപ്പോൾ 3rd ജനറേഷനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൻ്റെ കേട്ടോ. പിന്നെ അതുപോലെ എൻജിൻ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കണ്ടാൽ ഇത് മൊത്തം ക്രോം ഡിസൈൻ അപ്പോൾ ഇതിൽ വരുന്നത് കാണിച്ചു കൊടുക്കൂ കേട്ടോ. പക്ഷെ ആ ഒരു നോക്കിയായിരുന്നു അതിൻ്റെ ആ ഒരു എൻജിൻ സൈഡ് സ്ട്രക്ചർ എന്തൊരു മസ്കുലാരിറ്റിയാണ് കാണുന്നത് അല്ലേ. മറ്റൊരു വണ്ടികൾക്ക് ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടില്ല. അതിപ്പോൾ ഇതിൽ മാത്രമല്ല, ഇവരുടെ തുടക്കം തൊട്ടിട്ടുള്ള ഏത് മോഡലിലാണെങ്കിലും ഇവരുടെ എൻജിൻ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്കുലറാണ്. ഒരു എന്താ പറയുക, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ആദ്യം ഒക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പോഴല്ല കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ബുള്ളറ്റ് എന്നെ കൊണ്ട് താങ്ങുമോ എന്നുള്ളത്. പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളൊരിക്കലും തലയുടെ മുകളിലല്ല കയറ്റി വെച്ച് നടക്കുന്നത്, അതിന്റെ മുകളിലല്ലേ നമ്മളിരിക്കുന്ന, അപ്പം അതിന് താങ്ങുമോ? നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല ഓടിക്കാനെന്ന് പിന്നെ അതിന് ശേഷം മനസ്സിലായി. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. അപ്പോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ J സീരീസ് ആണ് വരുന്നത്. ഇതിന് മുമ്പത്തെ എഞ്ചിൻ ടൈപ്പിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിഫൈൻഡ് ആയിരുന്നിട്ടില്ല എഞ്ചിൻ. അപ്പോൾ അതുകൊണ്ട് വരുന്നൊരു പ്രോബ്ലമാണ് വൈബ്രേഷൻ. പിന്നെ എപ്പോഴും ഞാൻ ഓടിക്കുമ്പോഴത് ബുള്ളറ്റിനൊരു ടാപ്പറ്റ് നോയ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം ക്ലാസിക്കിലൊക്കെ സ്റ്റാൻഡേർഡിലുണ്ടായിരുന്നു. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ വണ്ടി ഭയങ്കര സ്മൂത്താണ്. അത് എന്താ പറയുക, ആ ഒരു ശകലം നമുക്കൊരു വൈബ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. താഴെ പിന്നിലിരിക്കണമല്ലേ, അത് ശരിയാണ്. ക്ലാസിക്കൽ ഇതിലിരുന്നിട്ട് എന്താ വ്യത്യാസം തോന്നിയിരിക്കുന്നത്? നമുക്ക് അതായത് സ്മൂത്താണ്, നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയുന്നില്ല, അതായത് കുലുക്കം അതൊന്നും നമുക്ക് ഇല്ല. പഴയതും തന്നെയായിരുന്നു, കംഫർട്ടബിൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടെ നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻസ് ഇതിനാണ്. പിന്നെ അതുപോലെ അടുത്ത എനിക്ക് ഇവരുടെ ടാങ്കിന്റെ ഡിസൈൻ ടിയർ ഡ്രോപ്പ് ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇവരുടെ ഒരു മദ്രാസ് ലൈൻസ് അത് പറഞ്ഞു കൊടുക്കൂ കണ്ണേട്ടൻ. എനിക്ക് പറഞ്ഞത് ഐക്കോണിക് ആയിട്ട് സ്റ്റാൻഡേർഡിന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ ഇതിന് തന്നെ സ്റ്റാൻഡേർഡിന് 3 വേരിയൻറ്റ്സ് വരുന്നുണ്ട്. ഡേയ്സ് വേരിയൻറ്റ്, പിന്നെ ടോപ്പ് വേരിയൻറ്റ്. ടോപ്പ് വേരിയൻറ്റിൽ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് അതിൻ്റെ പേരാണ് റോസ് ബ്ലാക്ക് അങ്ങനെ എന്തോ മറ്റേ കളർ വരുന്നത്. കണ്ണേട്ടൻ എന്തോ പറഞ്ഞില്ലേ ചെന്നൈയിലുള്ള അവരാണ് ചെയ്യുന്നത്. അതായത് ഞാൻ കേട്ടിരിക്കുന്നതാണ്, എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിപ്പോഴും ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഈ സ്ട്രൈപ്സ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3rd ജനറേഷനാണ് ഇവർ വണ്ടി ഇറങ്ങിയിട്ട്. ഇപ്പോഴും അത് ഹാൻഡ് മെയ്ഡായിട്ട് അതിൻ്റെ ഒരു അവകാശം അവർ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബുള്ളറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു എറ ഒരിക്കലും മാറാൻ പോകാത്തടത്തോളം കാലം ഇവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു മദ്രാസ് ലൈൻസിൻ്റെ. പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വണ്ടിയിലേക്ക് ചെയ്യുന്നല്ലോ, ഇവരാലോചിക്കുക എത്ര. ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ് വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ. ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ മറ്റു നാടുകളിലേക്കുള്ള എക്സ്പോർട്ടിംഗ് ആണെങ്കിലും ഇപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പം ആലോചിക്കുക എത്ര ഹാൻഡ് വർക്ക്സ് അവർ ചെയ്യുന്നുണ്ടാവും. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് ഒരിക്കലും. പിന്നെ അടുത്ത കാര്യം എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിറേഴ്സ്. ഞാൻ വലിയ കൂടുതൽ ടോപ്പ് ആൻഡ് സ്പീഡിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ ക്ലാസിക്കൽ മിറേഴ്സ് വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഒരു 40-50 കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മൾ എത്ര സ്പീഡ് പോയാലും ഒരു വൈബ്രേഷനും ഇല്ല. കാരണം അത് ആ റിഫൈൻമെൻറ്റ് കാരണമാണ്
പിന്നെ അതുപോലെ ഇതിൽ ഇവരുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഇത് സെമി അനലോഗ് ആൻഡ് ഡിജിറ്റലാണ് വരുന്നത്. ഇത് കണ്ടോ, നമുക്ക് സ്പീഡോമീറ്റർ അനലോഗും പിന്നെ അതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്. ഇവിടെ കാണിച്ചറിയാം, അത് ഈ സൈഡിൽ ഇതുണ്ട്. ഈ ഐ ബട്ടൺ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത് മാറിക്കൊണ്ടിരിക്കുക. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ മാറിക്കൊണ്ടിരിക്കും. എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ സ്വിച്ച് പാനൽസ് വരുന്നത് ഇവിടുത്തെ ഇവരുടെ ഒരു റൗണ്ട് ടൈപ്പാണ് വരുന്നത്, പഴയ മോഡൽ പോലെ അല്ല വരുന്നത്. പിന്നെ അതുപോലെ എൻജിൻ കിൽ സ്വിച്ചും എൻജിൻ സ്റ്റാർട്ട് ബട്ടണും എല്ലാം സിംഗിളായിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെയാണ് ഒരു രാജാവിന് ക്രൗൺ എന്ന് പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡിന് അവരുടെ ബാഡ്ജിങ് അത് നോക്കിയാൽ അതിലത്തെ ആ ഒരു കിരീടം നിന്ന് കണ്ടേ, കിരീടമണിഞ്ഞ രാജാവ് അല്ലേ? അതെ അതെ. അത് എപ്പോഴും ഇത് ബേസ് വേരിയൻറ്റിന് വരുന്നില്ല, ടോപ്പ് വേരിയൻസിന് മാത്രമേ വരുന്നുള്ളൂ ആ ഒരു ബാഡ്ജിങ്. ബേസ് വേരിയൻസിന് എനിക്ക് 2 കളേഴ്സ് വരെ വരുന്നുണ്ട്, ഒരു റെഡും മിലിറ്ററി ബ്ലാക്ക് അങ്ങനത്തെ മറ്റേ വരുന്ന ഒരു കളേഴ്സ്. പക്ഷെ അതിന് ബാഡ്ജിങ് വരുന്നില്ല അവരുടെ ഒരിക്കലും. അങ്ങനെ പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ബ്രേക്കിംഗ്. ഇത് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതുകൊണ്ട് എങ്ങനെ ചവിട്ടിയാലും വണ്ടി നിൽക്കും. ആദ്യം ഞാൻ ഏത് വഴിക്കെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന വശത്ത് മഴ പെയ്ത് ചവിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞാൻ ക്ലാസ്സിൽ അങ്ങനെ പോയിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. അപ്പോൾ അത് ഇതിൻ്റെ ഭയങ്കര അഡ്വാൻറ്റേജ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു ഭയങ്കര എന്താ പറയുക, വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 200 കിലോളം വണ്ടിക്ക് ഇതുണ്ട്, വെയിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി പിടിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം വേണം. പിന്നെ വീൽസ് എല്ലാം സ്പോക്ക് വീൽസ് കാണിച്ചു കൊടുക്കൂ. പിന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം പറയട്ടെ, എന്താണ് ലൈറ്റിംഗ് അല്ലേ? സൂപ്പർ പവർ ആണ് ലൈറ്റ് ചെയ്യുന്നത്. അത് ലൈറ്റ് ഞാൻ ഓണാക്കി കാണിച്ചെടുക്കാം. അതിപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതാവില്ല. 2 ലൈറ്റ്സ് അല്ലേ ഇതല്ലേ വരുന്നത്? പിന്നെ ഇപ്പോഴത്തെ പുതിയ ഇവരുടെ എഡിഷൻ തൊട്ടിട്ട് ഇവരുടെ എല്ലാ ഓൾവേസ് വെഹിക്കിൾസിനും വണ്ടി കീ ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ ലൈറ്റ് ഓൺ ആയി കിടക്കും പുതിയത്. പിന്നെ അത് BS3 അവസാനിച്ചതിനെ തൊട്ടിട്ട് പിന്നെ എല്ലാ വണ്ടികളും അങ്ങനെയാണ്. പിന്നെ ഏറ്റവും ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ബ്രേക്കിൻ്റെ കേബിൾ ഒഴിച്ച് വേറെ ഒന്നും നമുക്ക് പുറമെ കാണാൻ പറ്റില്ല. അത് കാരണം എലി കയറി കടിക്കുന്നുള്ള ടെൻഷൻ പകുതി വേണ്ട. കാരണം വീട്ടിലാണെങ്കിലും കാറിന് ഏറ്റവും വലിയ പ്രശ്നമാണ് എലി കയറി കടിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ഇവരുടെ ലൈറ്റ്സ്, ടെയിൽ ലാമ്പ് കാണിച്ചു കൊടുക്കും, നല്ല ഉരുണ്ട്. ഇത് നമുക്ക് ടെയിൽ ലാമ്പ്, അതുപോലെ ഈ ഗ്രാബ് റെയിൽ, പിന്നെ അതുപോലെ വേറെന്തോ ഒന്നും കൂടി ഉണ്ടല്ലോ, ഗ്രാബ് റെയിലും ടെയിൽ ലാമ്പും നമുക്ക് ഇവരുടെ തന്നെ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യണം മുമ്പ് MIY എന്നുള്ളൊരു ആപ്പ് ഉണ്ട്, അതിൽ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ പഴയ ടെയിൽ ലാമ്പ് ഉണ്ട് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ, അത് വേണം. പക്ഷേ എനിക്ക് പുതിയതെടുക്കുമ്പോൾ എല്ലാം പുതിയതായിരിക്കണം, അല്ലാതെ നമ്മൾ വണ്ടി പുതിയതും ടെയിൽ ലാമ്പ് പഴയതും വെച്ചിട്ട് കാരണം നമുക്ക് എന്നാലും ആ ഒരു പുതിയ ഫീൽ കിട്ടും. പിന്നെ നമുക്ക് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ മിറേഴ്സ് വേണമെങ്കിൽ നമുക്ക് ക്രോമിന് വരെ ബ്ലാക്ക് ആക്കാം. പിന്നെ സം ഗാർഡ് അടിയിൽ അതെന്തായാലും മാൻഡേറ്ററി ആയിട്ട് വെക്കേണ്ട ഒരു സംഭവമാണ്. ഈ കാണുകയാണ് പണ്ടത്തെ എൻ്റെ വണ്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല, ക്ലാസിക്കിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമ്മൾ അഡീഷണൽ ചെയ്യിക്കുന്നതാണ്. 3500 സംതിങ് വരുന്നുണ്ട് റേറ്റ്, അറൗണ്ട് 4000 വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടതാണ്. പിന്നെ ക്രാഷ് ഗാർഡ് ഞാൻ വെച്ചിട്ടില്ല, കാരണം എനിക്ക് ക്രാഷ് ഗാർഡ് ഇല്ലാതെ വണ്ടി എടുക്കാനാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഞാൻ വെക്കാൻ പ്ലാൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സെക്യൂരിറ്റി, അതെ, എങ്ങാനും ചെരിഞ്ഞ് വളഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ നമ്മൾ അടുത്തന്നെ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ അല്ല, ലീഗൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ ക്രാഷ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് കാരണം വെച്ചാൽ ഇത് വെഹിക്കിൾ സപ്പോർട്ട് മാത്രമല്ല, നമുക്കും എന്താ പറയുക വണ്ടി എങ്ങനെ നമുക്ക് ടൂൾസ് കിറ്റ് ഇത് കാണിച്ചു കൊടുത്താലോ? ടൂൾസ് കിറ്റ് വണ്ടിയുടെ ഉള്ളിലാണ്, ഞാനത് ഇപ്പോൾ അയക്കണോ? അല്ല, ഈ ബോക്സ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഫിൽറ്റർ ബോക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പുറത്താണ് ഇവരുടെ ഇത് വരുന്നത്, ടൂൾ കിറ്റ്. ഞാൻ അതിലാണ് എൻ്റെ ബുക്കും പേപ്പറും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ടാങ്കിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണിച്ചു കൊടുക്കുക. നിനക്ക് പോലും ഇത്രയും ആ ഒരു ഭംഗി, അതെന്താ ചെയ്യും? അത് എന്താന്ന് വെച്ചാൽ കണ്ണേട്ടനെ ബ്യൂട്ടി തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് 13 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ അതുപോലെ വണ്ടിയുടെ എൻജിൻ 350cc പറഞ്ഞ ഏകദേശം 349 ഇതാണ് വരുന്നത്, ക്യൂബിക് കപ്പാസിറ്റിയാണ് ഇവർ വണ്ടിയുടെ എൻജിൻ CC വരുന്നത്. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ, എൻ്റെ മനസ്സിലും ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിനെ കുറിച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ പറഞ്ഞു ബുള്ളറ്റിന് സൗണ്ട് ഇല്ല, അല്ലെങ്കിൽ എക്സോസ്റ്റ് നോട്ട് കുറവാണ് നോർമൽ. പക്ഷേ
മോനെ അല്ല മോളെ ഈ വണ്ടി ഒരു രക്ഷയില്ല. അതായത് എന്താ പറയുക, നമ്മൾ ആ ഒരു ഇനീഷ്യലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക നോയ്സ് ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് വേറെ അറിയാം. അതുപോലെ നമ്മൾ ആ ഒരു നോർമൽ സൗണ്ടിൽ പോകുമ്പോൾ ആ ഒരു ബുള്ളറ്റ് പൊട്ടലുണ്ട്, ആ സാധനം നല്ല എന്താ പറയുക, ഒരു കുഴപ്പം അതിന് വരുത്തിയിട്ടില്ല അവർ. ഇപ്പോഴും നല്ല സൗണ്ട്. ഞാൻ സൈലൻസറുടെ മരുന്നിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ വണ്ടി ഓണാക്കുക. അല്ല, അത് സ്വിച്ചൊക്കെ നല്ല രസം കണ്ടോ. ഒരു പൊട്ടൽ കണ്ടോ നമ്മൾ റേസ് ചെയ്യുമ്പോൾ. അത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് എന്താ പറയുക കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓടിച്ച് നമ്മൾ അതിലിരുന്ന് പോകണം. ഞാൻ പുതിയ സീരീസ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ അതായത് വണ്ടി കണ്ടു, ഇഷ്ടപ്പെടാൻ നമുക്ക് ആ ഒരു നമ്മൾ ഫിക്സ്, അതായത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ പ്ലാനും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വണ്ടികളുണ്ടായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ പോലെ ജാവ ക്ലാസിക് 350. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വണ്ടി ഒരു ആവേശത്തിൽ ചാടിക്കറി എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജാവയാണെങ്കിലും എൻ്റെ പരിചയത്തിൽ കൂടുതൽ അധികം ആരും എടുത്തില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങൾ അറിയില്ല, ഞാൻ ആ വണ്ടി ഇതിന് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ആ ഒരു കളറും വണ്ടിയുടെ ഒരു മോഡലും കണ്ടിട്ട് ആ ഒരു റെട്രോ ലുക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ഇത് എനിക്ക് കണ്ട് അതിന് ശേഷം നമ്മൾ വീഡിയോസിലാണെങ്കിലും കണ്ടു, അതിന് ശേഷം നമ്മൾ നേരിട്ടും വണ്ടി കണ്ടപ്പോൾ ഒരു രക്ഷയില്ല. വിൻറ്റേജ് റെട്രോ ലുക്കാണ് ശരിക്കും വണ്ടി വരുന്നത്. ഇനി നമുക്ക് ട്രിപ്സ് എല്ലാം പോകണം. അതെ, അപ്പം ഇനി ഞങ്ങൾ യാത്രകളൊക്കെ തുടങ്ങുകയാണ്. അതെ അല്ലേ. അപ്പോൾ അത് വഴിയെ വരും. പിന്നെ വണ്ടിയുടെ നമ്പർ ബുക്കിങ്ങിലാണ്. അത് നമ്മൾ ഫാൻസി നമ്പറാണ്. നമ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ നമ്പർ റിവീൽ ചെയ്യുന്നതായിരിക്കും. ശരി, അപ്പോൾ അതും വഴിയെ വരുന്ന കാര്യമാണ്. അതും നമ്മൾ ആഗ്രഹിച്ച നമ്പർ തന്നെ കിട്ടി. അതെ. അപ്പോൾ ഇനി താങ്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്? അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇത് ഞാനൊരു ഡീറ്റെയിൽ റിവ്യൂ അല്ല, നമ്മുടെ നോർമൽ രീതിയിൽ നമ്മളത്തെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ അത്ര പ്രൊഫഷണൽ രീതിയിൽ പറയേണ്ട ആവശ്യം, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, നമ്മളെങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് വണ്ടിയുടെ ഗുണം. റിവ്യൂവിൽ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മുടെ പണ്ടത്തെ ക്ലാസിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ചാർജിങ് സ്ലോട്ട് അവൈലബിൾ ആണ്. സോ ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെ, ക്യാമറാമാൻ മാറിയിരിക്കണു, കാരണം അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാനായി പോകുന്നതാണ് അവളുടെ കംപ്ലൈൻറ്റ്. ഓക്കെ, താങ്കളുടെ ഡൗട്ട് എന്തൊക്കെയാണ്? എനിക്കിതിൽ വരുന്ന കുറച്ച് ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ വാറൻറ്റീനെ പറ്റിയിട്ടാണ്. വാറൻറ്റി നമ്മൾ എടുത്തിരിക്കുന്നത് 5 years വാറൻറ്റിയാണ്. കാരണം നമ്മളത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5,000 സംതിങ് റുപ്പീസോ മറ്റാണ് ആഡ് ഓൺ വന്നിരിക്കുന്നത് നമ്മുടെ ഓൺ റോഡ് വാറൻറ്റിക്ക് മാത്രം. അതെ അതെ. അപ്പോൾ അതെപ്പോഴും എടുക്കുന്നത്, നമുക്ക് അതല്ലാതെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിക്സഡ്, അതായത് ഇയേഴ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണോ അതോ മാറി 3 years അങ്ങനത്തെ വാറൻറ്റി ഒക്കെ കിട്ടും? അത് എനിക്ക് വാറൻറ്റിയെ കുറിച്ച് കറക്റ്റ് അല്ല. അവർ പറയുന്നത് 5 years ആണ്, അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് വെച്ചിട്ടുള്ളൂ. അതെ അതെ. അപ്പോൾ അത് കൊണ്ട് നമ്മൾ 5 years, കാരണം അത് എപ്പോഴും നമുക്ക് വണ്ടിക്കും നല്ലതാണ് അങ്ങനെ ഒരു വാറൻറ്റി നമ്മളെപ്പോഴും എടുക്കുന്നത്, എക്സ്റ്റൻഡഡ് വാറൻറ്റി എടുക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ക്യാമറയിൽ മാറി ഞങ്ങൾ രണ്ടുപേരും കൂടെ. നിങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരെ കാണാനല്ലേ ഇഷ്ടം, സത്യം പറ. അല്ലെങ്കിലും അതേന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണോ ബൗദ്ധയുടെ അടുത്ത സംശയം? നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നെക്സ്റ്റ് എന്താ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ, ഇതിന്റെ എൻജിൻ ഓയിൽ ഒക്കെ നമ്മൾ എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. എൻജിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും നോർമൽ സർവീസിൽ അവർ ചെയ്യില്ല. അവരെന്നോട് പറഞ്ഞത് വെച്ചിട്ട് എവരി 10,000 kilometers ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 10,000 kilometerലാണ് നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അതിന്റെ വാറന്റി നഷ്ടപ്പെടും. പിന്നെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് പറയുമ്പോൾ ഇതിന്റെ സർവീസിനെ പറ്റി പറയണം നമുക്ക്. അതായത് ഇനിയിപ്പോൾ ഫസ്റ്റ് സർവീസ് വരുന്നത് 500 kilometers ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് സർവീസ് വരുന്നത് ഓർമ്മയില്ല. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അല്ലെങ്കിൽ സെക്കൻഡ് സർവീസ് വരുന്നത് 10,000 ആണ്. അത് ഓയിൽ സർവീസ്, ഓയിൽ ചേഞ്ച് ആണ് വരുന്നത്. 2,000 5,000 അങ്ങനെ മറ്റേ വരുന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. സർവീസ് ബുക്ക് കാര്യങ്ങൾ നോക്കണം ഇതിൻ്റെ. പിന്നെ അതില് കാരണം മയത്തുള്ള ചോദ്യം കുറച്ച് കടുത്തു പോയോന്നൊരു ഡൗട്ട്. നമ്മൾ മാത്രമല്ല, വണ്ടി ഇല്ലല്ലോ. വണ്ടി ഇടാവപ്പെടേ. അപ്പൊ ഇതെന്താ
ഇതോ ഇത് ടാഗ് അവരെന്താ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ വണ്ടി വാങ്ങിക്കൊണ്ടതിന് ശേഷം അതിൽ കൂടുതൽ കവേഴ്സ് ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കുറേ ടൈ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ ഉണ്ട് കുറേ ടൈ ചെയ്തിട്ട്. അപ്പോൾ ആ പുതുമ കളയേണ്ട വെച്ചാൽ ഞാനും അതങ്ങനെ വെച്ചു. അത് അപ്പോൾ അതങ്ങനെ. പിന്നെ അതിന് ശേഷം പിന്നെ എനിക്കിതിൽ കൂടുതലായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മൾ ഹെൽമെറ്റ് പുതിയത് വാങ്ങിച്ചു. അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു റോയൽ എൻഫീൽഡിൻ്റെ. ഞാനീ കയറുമ്പോൾ ഇതുണ്ടോ കാണുന്നുണ്ടോ ഈ ഹെൽമെറ്റ്. പക്ഷേ എനിക്കിത് വലിയൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചു. ഈ സ്ഥലം എനിക്കറിയില്ല എത്രത്തോളം ലൈറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച്. അതെ, ഇനി ഇവളെ വണ്ടി അടിക്കാൻ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കണത്. പക്ഷെ എനിക്കറിയില്ല അതും എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കാല് കുത്താൻ പറ്റുന്നുണ്ടോ? പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, സ്റ്റാർട്ട് ചെയ്ത് ഇത് ചെയ്യാൻ അറിയാം. അത് ഞാൻ ക്ലാസ്സിലുള്ള സമയത്ത് ഇവിടെ അന്ന് വണ്ടി നീക്കാൻ പഠിപ്പിച്ചിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ പരീക്ഷണം നടത്തുന്നില്ല. എത്ര മീറ്ററിലാണ് കേട്ടോ സർവീസിന് ഫസ്റ്റ് കിലോമീറ്ററിൽ. ഞാൻ നിന്നോട് പറഞ്ഞ് കുഴപ്പിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. 500 അത് ഫസ്റ്റ് അറിയാലോ. അപ്പോ എന്താ പറയാ, ഞാൻ 500 കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ വെറുതെ പരീക്ഷണം നടത്തുന്നില്ല. ഞാൻ നിനക്ക് ഓൺ ചെയ്ത് കാണിച്ചത്. അതെ, ന്യൂട്രൽ ആണോ നോക്കിയോ? യെസ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള മുഖത്തിന്റെ ഭാവം നോക്കട്ടെ. സമയം കൊടുക്കും. അതെ, ചോറ് കഴിച്ചു തീർക്കാൻ അവൻ ആർത്തിയിൽ ചെയ്തത്. സമയം കൊടുക്കണം. അത് സൗണ്ട് കേൾക്കണുണ്ടോ? ആ സൗണ്ട് കേൾക്കണുണ്ടോ? അത് ഞാൻ കാണിച്ചത്. ഓക്കെ ഓഫ് ചെയ്താൽ തിരിച്ചും കിട്ടുക. ഇനി ഈ ബട്ടൺ ഒന്ന് ഇങ്ങോട്ടാക്കിയ സെൻട്രലിലാക്കിയ സൗണ്ട് നിൽക്കണം. എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ശരിയല്ലേ? ഞാൻ വേണമെങ്കിൽ റേസ് ചെയ്തോളൂ. ഓക്കെ, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോകാം. പിന്നെ പ്രോ ഡ്രൈവർ മിത്ര രാഹുൽ. അതെ, അപ്പോൾ നമ്മൾ ABSൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഡ്യുവൽ ചാനൽ ABS ആണ്. വണ്ടി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലൊന്നും കൂടുതലൊന്നും പറയാനില്ല. ഇവളൊക്കെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യം വൈറ്റ് ആയിരുന്നു, അതിൽ അവർ LED ആയിരുന്നു മുമ്പത്തെ എൻഫീൽഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഓറഞ്ച് കളർ അവരുടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ രീതിയിലുള്ള നമ്മുടെ വണ്ടിയുടെ റിവ്യൂ. അത് റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ 200 കിലോമീറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്ക് അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. താങ്കൾക്ക് ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടി. ഞാൻ സംശയം ചോദിച്ച ആൾക്കാർ എന്നെ ഓടിയോ ഒരു കാര്യം അറിയാതെ ഇരുന്ന് ചോദിക്കുന്നു കണ്ടില്ലേ പറഞ്ഞിട്ട്. അതെ, അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഇനി അടുത്തൊരു ന്യൂസും കൂടി വരുന്നുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. എന്നാ 19th. അതെ, 19th ഓഗസ്റ്റ്. അപ്പോൾ അത് നമുക്ക് വഴി അറിയിക്കാം. പിന്നെ അതുപോലെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നമ്മൾ എന്തെങ്കിലും വണ്ടിയിൽ ചെറിയ രീതിയിൽ ഉള്ള മോഡിഫിക്കേഷൻസോ നിങ്ങൾക്കും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ പറയാം. അതെ, എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പോട്ടെ. കാരണം ഇവിടുത്തെ അയൽവാസികളെല്ലാം വിചാരിക്കും ഞങ്ങൾക്ക് പ്രാന്താന്നുണ്ട്. എപ്പോഴും വീഡിയോ എടുക്കാൻ ഇറങ്ങിയുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് അത്ര നേരം ആ സ്ഥലത്ത് ആരും ഉണ്ടാവില്ല. വീഡിയോ എടുക്കാൻ വന്ന ലോകത്തില്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവരും. അതെ, മതി. അപ്പോൾ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഹെൽത്തി ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. ഓക്കെ, പിന്നെ തരുന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി. ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടേ തള്ളട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും സഹിക്കാൻ പറ്റില്ല. ഇനിയും തള്ളി വണ്ടി താഴെത്തും. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ വീണാലും വണ്ടി താഴെ. മതി. അപ്പോൾ പറയാനുള്ളത്, വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുക. ഓക്കെ, എനിവേ അപ്പം ഇനി പുതിയ വീഡിയോയിൽ കാണുന്നവരെ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.